ഹായ്, ഇന്ന് ഞങ്ങൾ ഗ്ലാസ്ഗോയിലേക്ക് പോകുന്നതാണ്. ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം എന്തായാലും 6:25. ഞങ്ങളുടെ ട്രെയിൻ 8 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ ഫ്രണ്ട് കൊണ്ടുവിടാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. സമയം പോയപ്പോൾ തന്നെ അപ്പോൾ നമുക്ക് വിശേഷമാണ് കാണാം പിന്നീട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ പെട്രോൾ അടിക്കണം. പെട്രോൾ അടിക്കാൻ കയറി. പെട്രോൾ അടിക്കാൻ പോകുന്നതാണ്. ശനി നോക്ക്, സേ ഹായ്. കാണുന്നില്ല നിന്നെ. ആ ഹായ്. ഇന്നത്തെ ക്ലൈമറ്റ് ഒരു ക്ലൗഡി ക്ലൈമറ്റാണ്. ഞങ്ങൾക്ക് യോർക്ക് നിന്നാണ് ഫസ്റ്റ് ട്രെയിൻ പിടിക്കേണ്ടത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 1 hour ട്രാവലുണ്ട്. ബേബിമോനാണ് കൊണ്ടാക്കുന്നത് ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഞങ്ങൾ എന്നിട്ട് സ്റ്റെയർ കയറി മേലേക്ക് വരണം. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം 11 ആണ്. അപ്പോൾ പ്ലാറ്റ്ഫോം 11 എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കണം. പ്ലാറ്റ്ഫോം 11 തേടി വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന്. വലിയ റെയിൽവേ സ്റ്റേഷൻ ഇത്. ഇവിടെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളിത് കണ്ടിട്ടാണ് മനസ്സിലാക്കിയത് ഇവിടെയാണ് പ്ലാറ്റ്ഫോം 11, ഇതുവഴിയാണ് പ്ലാറ്റ്ഫോം 11. ഞങ്ങളെന്തായാലും 3 years ആയിട്ടുണ്ടാവും ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ ഒന്നും അറിയില്ല, എല്ലാം മറന്നുപോയി. അവിടെ നിന്ന് ശരി എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. നീ സുന്ദരിയായിട്ടുണ്ടോടാ? ഇപ്പോൾ 7:50 ആയി. ഞങ്ങൾക്ക് ട്രെയിന് 7:08 ആണ്. അപ്പോൾ ഇനിയും ഉണ്ടൊരു 17 minutes. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം 11. ഇവിടെ ഞങ്ങൾക്ക് എവിടെയാണോ നമ്മുടെ ഇത് നമുക്ക് കയറണ്ടേ? 9 ഓക്കെ. അപ്പോൾ 9 ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ട്രെയിൻ എത്ര മണിക്കാണ്? 8:07 ഒരു 17 minutes ഏർലിയാണ്. 20 minutes ഏർലി ആയിരുന്നു എത്തിയപ്പോൾ. പ്ലാറ്റ്ഫോമിൽ കണ്ടുപിടിച്ച് എത്തിയപ്പോൾ 17 minutes ഇതിൻ്റെ ബാക്കി. ഓൺ ടൈമാണ് ട്രെയിൻ, ഓൺ ടൈമാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ഇവിടെ നമുക്ക് ഫസ്റ്റ് ന്യൂ കാസിലാണ്. അവിടെ നിന്ന് ന്യൂ കാസിൽ നിന്ന് അടുത്ത ട്രെയിൻ എഡിൻബറയിൽ നമ്മൾ ചേഞ്ച് ചെയ്യണമല്ലോ. ചേഞ്ച് ചെയ്യണം. ന്യൂ കാസിൽ ചേഞ്ച് ചെയ്യണോ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒരു ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു 20 minutes എന്താണുണ്ട് ചേഞ്ച്. അത് ഗ്ലാസ്ഗോ. അപ്പോൾ ഗ്ലാസ്ഗോ എത്തിയിട്ട് കാണാം. ഇല്ല, ഞങ്ങൾ ചേഞ്ച് ചെയ്യുന്നു.
ഫസ്റ്റ് ട്രെയിനിൽ കയറി സീറ്റ് കണ്ടുപിടിച്ചിരുന്നു. ഇനി എത്ര അവേഴ്സ് ഉണ്ട് ന്യൂകാസിലേക്ക്? കറക്റ്റ് അറിയില്ല, ഒരു 1 or 2. ഓക്കെ, അപ്പോൾ 1 hour or 2 hours ഞാനിങ്ങനെ സംസാരിച്ചിരിക്കും. ഇല്ലേടാ, ഇവൻ ഉറങ്ങും, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കും. ട്രെയിനിൽ പോലും കാണാൻ പറ്റില്ല, ബിക്കോസ് മറ്റേ എന്തെന്നാ സിഗ്നലില്ല. ഒക്കെ ഉണ്ടാവും. ഇവളോട് ഞാൻ ഐപാഡ് എടുക്കാമെന്ന് പറയും. ഐപാഡ് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടൊക്കെ ഐപാഡ് എടുത്തില്ല. ഞാനിപ്പോൾ കേൾക്കുന്നു. എനിക്ക് എഴുതിച്ചിട്ട് കാര്യമില്ല. ഫോൺ ചെയ്യാലോ, നമുക്ക് ഫോൺ കൊണ്ട്. ഓക്കെ, ട്രെയിൻ എടുത്തു. പോകുന്നു. എല്ലാവരും ഭയങ്കര ബിസി. എല്ലാവരും നല്ല തിരക്കാം. ഓഫീസ് ടൈം ആയതുകൊണ്ട് അതെ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് തിരക്കില്ല. പിന്നെ 3 വർഷത്തിന് ശേഷമുള്ള ട്രെയിൻ യാത്രയെക്കുറിച്ച് ഞങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്തേലും പറയണമെന്ന് വെച്ചാൽ എന്തൊക്കെയോ പറയാം. പക്ഷെ കൊള്ളാം കേട്ടോ ട്രെയിൻ യാത്ര. അല്ലേ, നല്ല രസമുണ്ട്. ഒന്നും അറിയണ്ട. പ്രത്യേകിച്ച് ഇവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാര്യം വണ്ടി ഓടിക്കണ്ട, ഒന്നും ശ്രദ്ധിക്കണ്ട, അല്ലേ, ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതി. അയ്യോ, അല്ലെങ്കിലേ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങും മടിയൻ. ഞങ്ങൾ ന്യൂകാസിൽ എത്താറായി. ഞാൻ എൻ്റെ ജാക്കറ്റൊക്കെ ഇടുന്നതാണ്. ഇവിടെ തണുപ്പുണ്ട്, പക്ഷേ നമുക്ക് നല്ല ഫോഗ് ഉണ്ട്. പക്ഷെ അങ്ങ് ഗ്ലാസ്ഗോയിൽ 20 ഡിഗ്രി വരെ പോകുന്നുണ്ട് ഇന്ന്. അവിടെ ജാക്കറ്റിൻ്റെ ആവശ്യം വരില്ല. ചെറിയ ജാക്കറ്റ് എടുത്തിട്ടില്ല, ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് തണുക്കും. നമുക്ക് പെട്ടെന്ന് തണുക്കും. എനിക്ക് ഒരുവിധം വരെ തണുപ്പൊക്കെ ഞാൻ സഹിക്കും. എനിക്ക് പറ്റില്ല. ഐ ലവ് ഇന്ത്യ. അടുത്ത് ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു ഇന്ത്യ. ശരി, ഓക്കെ. അടുത്ത സ്റ്റേഷൻ, അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾക്ക് ഇറങ്ങണം. ഇപ്പം എത്ര ഒരു 5 5 minutes കൂടെ ഉള്ളൂ. അപ്പോൾ അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി എല്ലാം. അതിൻ്റെ ഇടയ്ക്കിരുന്ന് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു. ഞാൻ ആരാ പറഞ്ഞു കൊട്ടി. പോകുന്നു. അടുത്ത ട്രെയിനിൽ കയറി. ടേബിളാണ് സീറ്റ് കിട്ടി. ഞങ്ങൾക്ക് 2 പേർക്ക് സ്വന്തമാക്കാൻ ഞാനിപ്പറയാം അപ്പറയും എന്നിട്ട് ഞങ്ങൾ ഐഡിയ ഇവിടെ നിന്നെ കാണിക്കേ പറയില്ല. ഈ ടേബിൾ നമ്മൾ സ്വന്തമാക്കാനായിട്ട് സ്റ്റെനി അപ്പുറമായിരുന്നു, ഞാനിപ്പുറമായിരുന്നു. നമ്മളെ ബാഗൊക്കെ മേശം ഇങ്ങനെ നിരത്തി വെച്ചു. എൻ്റെ കൈക്ക് ഞാനിങ്ങനെ വിടർത്തി വെക്കും. ഇങ്ങനെ ആരും ഇരിക്കണം, ആരും വേണ്ട. ഈ ടേബിൾ എനിക്ക് സ്വന്തം. ട്രെയിനെടുത്തു. ലക്കിലി എൻ്റെ സൈഡിലോട്ടാണ് ട്രെയിൻ പോകുന്നത്. നേരത്തെ ഞങ്ങൾ തിരിഞ്ഞായിരുന്നു. അതെ 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 അതെ. എനിക്കിങ്ങനെ ബാക്കിലേക്ക് സഞ്ചരിക്കുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. ചിലപ്പോൾ ട്രെയിൻ തിരിക്കാൻ പോകുന്ന ആൾക്കൂടെ
കുറച്ചിട്ട് മൂവ് ആവട്ടെ എന്നിട്ട് നോക്കാം. ശരി ശരി, അവിടെ തന്നെ ഇരുന്നു. ഇല്ല, എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ പോയിരിക്കും. ഇന്ന് 1 hour നമ്മൾ ഗ്ലാസ്കോയിലേക്ക് എവിടെയോ എത്തി. ബെർവിക്. അങ്ങനെ ഞങ്ങൾ എഡിൻബറ എത്തുന്നതിന് ട്രെയിൻ അയച്ചുള്ളൂ. ട്രെയിന് റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നേ നിർത്തിയിട്ടേക്കാണ്. ഞാൻ ഇച്ചിരി നേരം ഉറങ്ങി, സ്റ്റെനി ഇച്ചിരി നേരം ഇറങ്ങി. അപ്പോൾ എഡിൻബറ എത്തി. ഇവിടെ നിന്ന് 20 minutes ഉണ്ട് അടുത്ത ട്രെയിൻ പിടിച്ച് ഞങ്ങൾക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എഡിൻബറ എത്തി. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങണം. നെക്സ്റ്റ് ചേഞ്ച് ഉണ്ട്. എഡിൻബറ ഇതൊരു ഓൾഡ് ടച്ചുള്ള ടൗണാണ് അല്ല, ബിൽഡിംഗ് ഒക്കെ. ബാക്കി കാണിച്ചു കൊടുക്കും. ഇറങ്ങിയിട്ട് കാണാം. നമുക്ക് പ്ലാറ്റ്ഫോം 15 പോകേണ്ടത്. ഇത് 6 അവിടെ മേലെ പടി കയറിയിട്ട് പോകണമായിരിക്കും. അങ്ങനെ ഓടിപ്പിടിച്ച് ട്രെയിൻ പിടിച്ചു. ട്രെയിന് ഓടി കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ കുറേ നേരമായി ഓടുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം ഞാൻ 2-3 പേരോട് ചോദിച്ചു. അവരെ പറഞ്ഞു ഇങ്ങപ്പറയാന്നൊക്കെ. അങ്ങനെ എൻ്റെ സ്ഥിതി ഓടി പിടിച്ചു. അവിടെ സെറ്റ് ചെയ്യണം. ഞാൻ വിചാരിച്ച അങ്ങോട്ട്. ഞങ്ങൾ ഓടിപ്പിടിച്ച് ട്രെയിനൊക്കെ പിടിച്ച് ഞങ്ങൾ ഫാൽക്രിക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. എന്നിട്ട് ഞങ്ങൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു സർപ്രൈസ് എലമെൻ്റ് ഓഫ് മൈ യൂട്യൂബ് വീഡിയോ അല്ലേ? അതെ, നമ്മളിവിടെ വന്നത് ഈ ഒരു റീസണും ഉണ്ട്. പിന്നെ ഒരു ബ്രേക്ക് എടുക്കണം എന്നുള്ള രീതിക്കും കൂടെയാണ് വന്നത്. ഞങ്ങൾ ഇവരെ മീറ്റ് ചെയ്തിട്ട് കുറേ നാളുകൊണ്ട് ബ്രേക്കാണ്. ഇവരെ മീറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ചൊന്ന് കറങ്ങിയിട്ട് ഞങ്ങളൊരു കാരവൻ സ്റ്റേയിലോട്ട് പോവാണ്, ഒരു ഹോളിഡേ പാർക്കിലോട്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേറെ വീഡിയോയിൽ പറയുന്നതായിരിക്കും.